നമസ്കാരം. ശബരിമലയിലെ പഴയ കൊടിമരത്തിന് മുകളിലുണ്ടായിരുന്ന വാജി വാഹനം തന്ത്രിക്ക് കൈമാറിയ സംഭവത്തിൽ UDF-നെതിരെ CPM കേന്ദ്രങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളുടെ മുനയൊടിയുന്നു. 2017 നടന്ന കൈമാറ്റ ചടങ്ങിൽ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗവും CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ K. രാഘവൻ സന്നിഹിതനായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ക്ഷേത്രത്തിലെ ഭൗതിക വസ്തുക്കൾ ദേവസ്വത്തിന്റെ പൊതുസ്വത്താണെന്നും അവ വിട്ടു നൽകരുതെന്നുമുള്ള 2012 ദേവസ്വം ബോർഡ് ഉത്തരവ് നിലനിൽക്കെയാണ് 2017 വാജി വാഹനം തന്ത്രിക്ക് നൽകിയത്. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ട അന്നത്തെ ബോർഡ് തന്ത്രിക്ക് അനധികൃതമായി ശില്പം നൽകിയെന്നും ഇതിൽ വലിയ അഴിമതിയുണ്ട് എന്നുമാണ് CPM സൈബർ കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. തന്ത്രി ശില്പം രഹസ്യമായി കൊണ്ടുപോയതാണെന്ന ആരോപണവും ഉയർന്നിരുന്നു. അതിനൊപ്പം വാജി വാഹനം തന്ത്രിക്ക് കൊടുത്തത് തന്റെ അറിവോടെയല്ല എന്നും തീരുമാനത്തിൽ പങ്കില്ല എന്നും CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ രാഘവൻ കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടെങ്കിലും ക്ഷേത്രമുറ്റത്ത് നടന്ന കൈമാറ്റ ചടങ്ങിൽ ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും മറ്റൊരു അംഗമായിരുന്ന അജയ് തറയലിനുമൊപ്പം രാഘവനും ഉണ്ടായിരുന്നെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവന്നു. തന്ത്രി വാജിവാഹനം കൊണ്ടുപോയതിൽ തനിക്ക് അറിവില്ലെന്ന K. രാഘവന്റെ മുൻപത്തെ പ്രസ്താവനയെ ദൃശ്യങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ബോർഡിന്റെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും പൂർണ്ണ അറിവോടെയും സമ്മതത്തോടെയുമാണ് ഈ ചടങ്ങ് നടന്നതെന്ന് ദൃശ്യങ്ങൾ സ്ഥിരീകരിക്കുന്നു. CPM നേതാവ് കൂടി പങ്കെടുത്ത ചടങ്ങിനെ തന്ത്രിയുടെയും UDF നേതാക്കളുടെയും രഹസ്യ നീക്കം എന്ന് വിശേഷിപ്പിച്ചത് ഇടത് കേന്ദ്രങ്ങളെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. തട്ടിപ്പ് നടന്നെന്ന പ്രചരണത്തിലൂടെ ഭക്തർക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനാണ് CPM ശ്രമിച്ചതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. വാജി വാഹന കൈമാറ്റം സുതാര്യമായ ചടങ്ങായിരുന്നു. അതിൽ പങ്കെടുത്ത അംഗം പിന്നീട് ഒന്നും അറിഞ്ഞില്ലെന്ന് പറയുന്നത് രാഷ്ട്രീയ ഇരട്ടത്താപ്പാണെന്ന് സ്ഥിരീകരിക്കാൻ കോൺഗ്രസിന് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ക്ഷേത്രത്തിലെ ഭൗതിക വസ്തുക്കൾ പൊതുസ്വത്തായതിനാൽ ദേവസ്വത്തിന്റെ സ്വത്തായി തന്നെ നിലനിർത്തണമെന്ന 2012 ദേവസ്വം ബോർഡ് ഉത്തരവിന് വിരുദ്ധമായാണ് 2017 തന്ത്രിക്ക് വാജി വാഹനം നൽകിയതെന്നും തന്ത്രി ഇത് രഹസ്യമായി കൊണ്ടുപോയതാണെന്നും പ്രചരണമുണ്ടായിരുന്നു. 2012 ഉത്തരവിന് വിരുദ്ധമാണിതെന്ന് അന്ന് ദേവസ്വം ഉദ്യോഗസ്ഥരോ വിജിലൻസോ സ്പെഷ്യൽ കമ്മീഷണറോ ബോർഡിനെ അറിയിച്ചിരുന്നില്ല. ഇതിനു പുറമെ 2016 ബാലരാമപുരം തലയിൽ ഭരദ്വാജ് ഋഷീശ്വര ക്ഷേത്രത്തിലെ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ പുറപ്പെടുവിച്ച ഉത്തരവ് മറ്റൊരു കീഴ്വഴക്കവും ചൂണ്ടിക്കാട്ടുന്നു. പഴയ കൊടിമരത്തിലെ ദേവവാഹനവും അഷ്ടദിക്പാലകരും ഉൾപ്പെടെയുള്ളവ ചട്ടപ്രകാരം ക്ഷേത്രതന്ത്രിക്ക് കൈമാറാനായിരുന്നു ഉത്തരവ്. ഇതനുസരിച്ച് അവിടെ കൈമാറ്റം നടക്കുകയും ചെയ്തു. ബോർഡിന് കീഴിലുള്ള മറ്റു ചില ക്ഷേത്രങ്ങളിലും സമാനമായ രീതിയിൽ വസ്തുക്കൾ കൈമാറിയിട്ടുണ്ട്. കണ്ഠരര് രാജീവരുടെ വീട്ടിൽ നിന്നും SIT വാഹനം കസ്റ്റഡിയിലെടുത്ത സാഹചര്യത്തിൽ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ടെങ്കിലും നിലവിൽ കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് വാജി വാഹനവുമായി ബന്ധപ്പെട്ട CPM സൈബർ കേന്ദ്രങ്ങളുടെ ക്യാപ്സ്യൂൾ പൊടിഞ്ഞു പോകുന്നത്. അതേസമയം ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നായ പടിപൂജയുടെ മറവിൽ നടക്കുന്ന സാമ്പത്തിക തട്ടിപ്പുകളും പുറത്തുവന്നു. സന്നിധാനത്തെ ഏറ്റവും ചെലവേറിയ വഴിപാടായ പടിപൂജയുടെ ബുക്കിംഗിൽ വലിയ ക്രമക്കേടുകൾ നടക്കുന്നതായി വിജിലൻസിന്റെ കണ്ടെത്തൽ. ദേവസ്വം ജീവനക്കാരും ഇടനിലക്കാരും ചേർന്നാണ് ഈ തട്ടിപ്പിന് പിന്നിലെന്നാണ് സൂചന. പടിപൂജ ബുക്ക് ചെയ്തിട്ട് വരാൻ കഴിയാത്തവരുടെ ഒഴിവുകൾ കാത്തിരിക്കുന്ന മറ്റുള്ളവർക്ക് വൻ തുകയ്ക്ക് മറിച്ചു വിൽക്കുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. യഥാർത്ഥ നിരക്കിന്റെ 4 ഇരട്ടി വരെയാണ് ഇത്തരത്തിൽ ഈടാക്കുന്നത്. നിലവിൽ പടിപൂജ ബുക്ക് ചെയ്താൽ 15 വർഷത്തിനു ശേഷം 2040-41 കാലഘട്ടത്തിൽ മാത്രമേ അവസരം ലഭിക്കൂ. ബുക്കിംഗ് സമയത്ത് തന്നെ 1,37,000 രൂപ പൂർണ്ണമായി അടയ്ക്കണം. ബുക്കിംഗ് തുകയ്ക്ക് പുറമെ പൂജയ്ക്ക് ആവശ്യമായ ദക്ഷിണയും മറ്റ് സാമഗ്രികളും വഴിപാടുകാർ തന്നെ കരുതണം. ലളിതമായി നടത്തിയാൽ പോലും ചുരുങ്ങിയത് 3 ലക്ഷം രൂപയും വിപുലമായി നടത്തിയാൽ 10 ലക്ഷം രൂപ വരെയും ചിലവ് വരാം. മാസപൂജാ സമയങ്ങളിൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് 1 മണിക്കൂർ നീളുന്ന പടിപൂജ നടക്കുന്നത്. തീർത്ഥാടന കാലത്തെ തിരക്ക് പ്രമാണിച്ച് മണ്ഡല മകരവിളക്ക് സമയത്ത് പടിപൂജ ഉണ്ടാകാറില്ല. വർഷങ്ങളോളം കാത്തിരിക്കാൻ തയ്യാറാകാത്ത ഭക്തർ നേരത്തെ പൂജ നടത്താൻ വഴി തേടുന്നത് ഇടനിലക്കാർ ചൂഷണം ചെയ്യുന്നുമുണ്ട്. നിശ്ചിത തീയതിക്ക് 6 മാസം മുൻപ് ദേവസ്വം ബോർഡ് നോട്ടീസ് നൽകാറുണ്ടെങ്കിലും എത്താൻ കഴിയാത്തവരുടെ ലിസ്റ്റ് കൃത്യമായി കൈകാര്യം ചെയ്യാത്തതാണ് ക്രമക്കേടുകൾക്ക് വഴിയൊരുക്കുന്നത്.